കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. 3 അജണ്ടകളാണ് പരിഗണിച്ചത്. 3 വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ നടന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കാര്യാലയം ലഭ്യമാക്കിയ വരവ് ചെലവ് കണക്കുകളിന്മേലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പരാമർശങ്ങൾക്കുമേലുള്ള മറുപടി പദ്ധതി നിർമ്മാണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ലഭ്യമാകുന്നതിനും ഓഡിറ്റ് പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് ഓഡിറ്റ് വകുപ്പിന് റിപ്പോർട്ട് നൽകുന്നതിനുമുള്ള തീരുമാനത്തിനായി വിഷയം കൗൺസിലിൽ സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിൽ ഈ ടെൻഡറിൽ ആരും പങ്കെടുക്കാത്തത് സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. അടിയന്തര കൗൺസിലായിരുന്നു. അതിനകത്ത് 3 അജണ്ടയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് ഓഡിറ്റ് സംബന്ധിച്ചാണ്. അത് നമ്മൾ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെയാണ് ഓഡിറ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. രണ്ടാമത്തേത് നമ്മുടെ കുടിവെള്ളത്തിൻ്റെതാണ് വന്നിരിക്കുന്നത്. കുടിവെള്ളം നമ്മൾ ആദ്യം ഒന്ന് ടെൻഡർ ഇട്ടു, അത് ആളെ എടുത്തില്ല. അടുത്തത് വീണ്ടും ടെൻഡർ ഇടാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അമൃത് 2.0 കട്ടപ്പന നഗരസഭയിൽ ഫംഗ്ഷണൽ ഹൌസ് കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. മുൻ വർഷങ്ങളിലെ വർക്കുകൾ കോൺട്രാക്ടർമാർ കരാർ എടുത്തിട്ടും അവ നടപ്പാക്കാത്തതിനാൽ സ്പിൽ ഓവറിൽ ഉൾപ്പെട്ടു. ഇത്തരത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത ശേഷം നടത്താതിരിക്കുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു.